അപ്പോൾ കഥകളിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കഥകളിയുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അതുപോലെ തന്നെ ഉദാത്ത നാട്യരൂപം എന്നറിയപ്പെടുന്നതും കഥകളിയാണ്. നൃത്തനാട്യം, ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം എന്നീ വിശേഷണങ്ങളാണ് കഥകളിക്കുള്ളത്. അപ്പോൾ കലകളുടെ രാജാവ്, ഉദാത്ത നാട്യരൂപം, നൃത്തനാട്യം, ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം എന്നിങ്ങനെ ആണ് കഥകളി എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടമാണ്. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥയാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതത്തെ സോപാന സംഗീതം എന്ന് പറയുന്നു. അപ്പോൾ കഥകളിയുടെ വിശേഷണങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കലകളുടെ രാജാവ്, ഉദാത്ത നാട്യരൂപം, നൃത്തനാട്യം, ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം എന്നീ വിശേഷണങ്ങളാണ് കഥകളിക്കുള്ളത്. അതുപോലെ തന്നെ കഥകളുടെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രാമനാട്ടം. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. ഇതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ മാനവദേവ രാജാവ് 8 ദിവസത്തെ കഥയായ കൃഷ്ണനാട്ടം നിർമ്മിച്ചു. അതറിഞ്ഞ് കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടം കാണാൻ വേണ്ടിയിട്ട് കലാകാരന്മാരെ അയച്ചു തരണമെന്നാവശ്യപ്പെട്ട് ആരോട് പറയുന്നു? കോഴിക്കോട്ടെ മാനവദേവ രാജാവിനോട് അറിയിക്കുന്നു. അപ്പം ഈ മാനവവേദ രാജാവ് എന്ത് ചെയ്യുന്നു? തെക്കുള്ളവർക്ക് കൃഷ്ണനാട്ടം കണ്ട് രസിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? മാനവവേദ രാജാവ് എന്ത് ചെയ്തു? നിരസിച്ചു. ഇതിൽ വാശി കയറിയിട്ട് കൊട്ടാരക്കര തമ്പുരാൻ എന്ത് ചെയ്തു? രാമനാട്ടം നിർമ്മിച്ചു. അപ്പം കോഴിക്കോട്ടെ മാനവവേദ രാജാവ് 8 ദിവസത്തെ കഥയായ കൃഷ്ണനാട്ടം നിർമ്മിച്ചത് അറിഞ്ഞ് കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടം കാണാൻ കലാകാരന്മാരെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു മാനവവേദ രാജാവിനോട്. അപ്പം മാനവദേവ രാജാവ് എന്ത് ചെയ്തു? നിരസിച്ചു. തെക്കുള്ളവർക്ക് കൃഷ്ണനാട്ടം കണ്ട് രസിക്കാനുള്ള കഴിവില്ലെന്നും പറഞ്ഞവരെ പരിഹസിച്ചു. അപ്പോൾ ഇതിൻ്റെ വാശിയിൽ എന്ത് ചെയ്തു? കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം നിർമ്മിച്ചതെന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇങ്ങനെ പറയപ്പെടുന്നത്. ഓക്കെ. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മന്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. അപ്പോൾ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മന്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. അപ്പോൾ ഇങ്ങനെ പറയാം: ഈ ചേച്ചേ മാ. ഈ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക, ഇലത്താളം, ചേച്ചേ എന്ന് പറഞ്ഞാൽ ചെണ്ട, ചേങ്ങല, മന്ദളം. അപ്പോൾ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മന്ദളം, ഇടയ്ക്ക, ഇലത്താളം. അപ്പം നമുക്കിങ്ങനെ പറയാം: ചേച്ചേ ഈ മാ എന്ന് പറയാം. ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം, മന്ദളം. മാ വെച്ച മന്ദളം. അപ്പം ഇനി മുദ്രകളാണ് പറയുന്നത്. കഥകളിക്ക് എത്രയാണ്? 24 മുദ്രകളാണുള്ളത്. ആ മുദ്രകൾക്ക് അടിസ്ഥാനമായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ മുദ്രകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രന്ഥത്തെ നമ്മൾ ഹസ്തലക്ഷണ ദീപിക എന്ന് പറയും. ഹസ്തലക്ഷണ ദീപിക എന്ന് പറയും. അപ്പോൾ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളെന്ന് പറയുന്നത് ചെണ്ട, മന്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങിലയാണ്. മുദ്ര എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണം. മുദ്രകൾ 24 എണ്ണം. മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ്. ഈ ഹസ്തലക്ഷണ ദീപിക രചിച്ചത് കടത്തനാട്ട ഉദയവർമ്മ തമ്പുരാനാണ്. ഹസ്തലക്ഷണ ദീപിക രചിച്ചത് കടത്തനാട്ട ഉദയവർമ്മ തമ്പുരാനാണ്. കഥകളി ഉത്ഭവിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ കഥകളി ഉത്ഭവിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. പ്രധാന ചടങ്ങുകൾ അറിയപ്പെടുന്നത് അഷ്ടാംഗങ്ങൾ എന്നാണ്. അപ്പോൾ കഥകളിക്ക് അകത്ത് കുറച്ച് ചടങ്ങുകളുണ്ട്, പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അതറിയപ്പെടുന്നത് അഷ്ടാംഗങ്ങൾ എന്നാണ്. അപ്പോൾ ഹസ്തലക്ഷണ ദീപിക ആണ് നമുക്ക് മുദ്രകൾക്ക് അടിസ്ഥാനം. അപ്പോൾ അത് രചിച്ചത് കടത്തനാട്ട ഉദയവർമ്മ തമ്പുരാനാണ്. കഥകളി ഉത്ഭവിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. പ്രധാന ചടങ്ങുകൾ അറിയപ്പെടുന്നത് അഷ്ടാംഗങ്ങൾ എന്നാണ്. അഷ്ടം എന്ന് പറഞ്ഞാൽ 8. അപ്പം 8 പ്രധാന ചടങ്ങുകളുണ്ട്. അതാണ് അഷ്ടാംഗങ്ങൾ. അതെന്ന് പറയുന്നത് കേളികൊട്ട്, അരങ്ങുകേളി, തോടയും വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാരംഭം, ധനാശി. ഇങ്ങനെയുള്ള 8 പ്രധാന ചടങ്ങുകളുണ്ട്. അപ്പം ഇങ്ങനെ പേരായിട്ട് പഠിക്കണം. കേളികൊട്ട്, അരങ്ങുകേളി,
കേളികൊട്ട് അരങ്ങുകേളി, അരങ്ങുകളിയല്ല, കേളികൊട്ട് അരങ്ങുകേളി. തോടയം വന്ദന ശ്ലോകം. പുറപ്പാട് മേളപ്പദം. കഥാരംഭം ധനാശി. അപ്പോൾ കേളികൊട്ട് അരങ്ങുകേളി, തോടയം വന്ദന ശ്ലോകം, പുറപ്പാട് മേളപ്പദം, കഥാരംഭം ധനാശി. ഇനി കഥകളിയിൽ ആദ്യത്തെ ചടങ്ങിനെയാണ് നമ്മൾ കേളികൊട്ടെന്ന് പറയുന്നത്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്, അല്ലെങ്കിൽ ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങ്. അപ്പോൾ ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങാണെന്ത് കേളികൊട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ പറയാം. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്, അല്ലെങ്കിൽ ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങ് ആണ് കേളികൊട്ട്. ഇനി കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി. അപ്പം കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് അടുത്തത് നടക്കുന്നത് എന്തായിരിക്കും? അടുത്ത് നടക്കുന്ന ചടങ്ങിനെ നമ്മൾ എന്തെന്ന് പറയും? അരങ്ങുകേളി എന്ന് പറയും. ഇനി തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങ്. അപ്പോൾ തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി അടുത്ത ആരംഭിക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതിനെയാണ് തോടയം എന്ന് പറയുന്നത്. അപ്പം കേളികൊട്ട് അരങ്ങുകേളി, തോടയം വന്ദന ശ്ലോകം, പുറപ്പാട് മേളപ്പദം, കഥാരംഭം ധനാശി എന്നിങ്ങനെയുള്ള പ്രധാന ചടങ്ങുകളാണുള്ളത്. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്, അല്ലെങ്കിൽ ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട്. കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചടങ്ങാണ് അരങ്ങുകേളി. ഇനി തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങിനെ നമ്മൾ തോടയം എന്ന് പറയും. അടുത്തത് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിൽ ഒരു നൃത്തം അവതരിപ്പിക്കുന്നുണ്ട്, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പുറപ്പാട് എന്ന് പറയുന്നത്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. അപ്പോൾ കഥകളി ആരംഭിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഗാനം ആലപിക്കുന്നുണ്ട്, അതിനെ നമ്മൾ തിരനോട്ടം എന്ന് പറയുന്നു. ഇനി കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ നമ്മൾ ധനാശി എന്ന് പറയുന്നു. അപ്പോൾ കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്, കഥകളി ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം, അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി. അടുത്തത് കഥകളി എന്ന് പറഞ്ഞാൽ കഥ കളിയിലൂടെ വ്യക്തമാക്കുന്നു. കഥ എന്ത് ചെയ്യുന്നു? കളിയിലൂടെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന തന്നെയാണ് നമ്മൾ കഥകളി എന്ന് പറയുന്നത്. ആട്ടക്കഥ സാഹിത്യ മാതൃകയുടെ ആദ്യ അവതാരകൻ എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ അറിയപ്പെടുന്നത് ആട്ടക്കഥ സാഹിത്യ മാതൃകയുടെ ആദ്യ അവതാരകൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളിയുമായിട്ടാണ്. അപ്പം വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട എന്നിങ്ങനെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥകളിയുമായിട്ടാണ്. കഥകളി നടന്മാർ കാലിലണിയുന്ന ആഭരണമാണ് കച്ചമണി. കഥകളി നടന്മാർ കാലിലണിയുന്ന ആ ഒരു ആഭരണത്തെ നമ്മൾ കച്ചമണി എന്നാണ് പറയുന്നത്. ഓക്കെ. കൊട്ടാരക്കര തമ്പുരാൻ്റെ കാലത്ത് രാമനാട്ടം എന്നറിയപ്പെട്ടിരുന്ന കലാരൂപത്തെ പരിഷ്കരിച്ച് കഥകളി എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയത് കോട്ടയത്ത് തമ്പുരാനാണ്. അപ്പം കൊട്ടാരക്കര തമ്പുരാൻ്റെ കാലത്താണ് രാമനാട്ടം എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കലാരൂപം ഒന്നും കൂടി പരിഷ്കരിച്ച് കഥകളി എന്ന പേരിൽ ചിട്ടപ്പെടുത്തി. ആ ചിട്ടപ്പെടുത്തിയ ആളാണ് കൊട്ടാരക്കര തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാൻ. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം എന്നറിയപ്പെട്ട കലാരൂപം കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ പരിഷ്കരിച്ച് കഥകളി എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയത് കോട്ടയത്ത് തമ്പുരാനാണ്. സംഗീതജ്ഞനും നടനും കലാപ്രവീണനും ആയിരുന്ന കോട്ടയത്ത് തമ്പുരാൻ വെട്ടത്ത് രാജാവിൻ്റെയും വെള്ളാട്ട് ചാത്ത പണിക്കരുടെയും സഹായത്തോടുകൂടി ഭദ്രമായ കഥകളി ചിട്ടകൾ ഉറപ്പിച്ചെടുത്തു. അപ്പം സംഗീതജ്ഞനും നടനും കലാപ്രവീണനുമായിരുന്നു ഈ കോട്ടയത്ത് തമ്പുരാൻ. അപ്പം വെട്ടത്ത് രാജാവിൻ്റെയും വെള്ളാട്ട് ചാത്ത പണിക്കരുടെയും ഒരു സഹായത്തോടു കൂടിയാണ് ഈ കോട്ടയത്ത് തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? ഭദ്രമായ ഒരു കഥകളി ചിട്ടകൾ ഉറപ്പിച്ച് എടുത്തത്. ഓക്കെ. അടുത്തത് കഥകളിയിലെ വേഷങ്ങൾ. കഥകളിയിൽ 5 വേഷങ്ങളാണുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കഥകളിയിൽ 5 വേഷങ്ങളാണുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അപ്പം ആദ്യത്തേത് പച്ച എന്ന് പറയുന്നത് സ്വാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ്. സ്വാത്വിക സ്വഭാവം ത്രിഗുണങ്ങളെന്ന് പറയാം. ത്രിഗുണങ്ങളുണ്ട്, 3 ഗുണങ്ങൾ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിനകത്ത് സത്വഗുണം എന്ന് പറഞ്ഞാൽ നന്മ ആയിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ സ്വാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് പച്ച എന്നുകൊണ്ട് ഉള്ള കഥകളിയിൽ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ കാണുന്നത്. ഇതിഹാസങ്ങളിലെ വീരനായകന്മാർ. അപ്പോൾ ഇതിഹാസങ്ങളിലെ നായകന്മാരെയാണ് പച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്മയുടെ ഭാവങ്ങൾ. അപ്പോൾ അവർ നന്മ ചെയ്യുന്നവരായിരിക്കും, നന്മയുടെ ഭാവങ്ങളാണുള്ളത്.
ആരൊക്കെയാണ്? അപ്പോൾ നമുക്ക് പറയാം രാമൻ, ലക്ഷ്മണൻ, കൃഷ്ണൻ, അർജുനൻ ഇവരെ പോലുള്ള നന്മയുടെ ഭാവങ്ങൾ അല്ലെങ്കിൽ നന്മയുടെ കഥാപാത്രങ്ങളെയാണ് ഈ പച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? കത്തി. കത്തി എന്ന് പറഞ്ഞാൽ രാജസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, അതായത് രാക്ഷസ രാജാക്കന്മാരെയാണ് ഈ രാജസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ രാക്ഷസ രാജാക്കന്മാരെയാണ് എന്ത് ചെയ്യുന്നത്? കത്തിയിൽ ഒരു രൂപം പറയുന്നത്. അപ്പോൾ രാവണൻ, ദുര്യോധനൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ ഇവരെയൊക്കെയാണ് നമുക്ക് ഈ രാജസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കത്തി വേഷങ്ങൾ 2 തരത്തിലുണ്ട്. കുറും കത്തി, നെടും കത്തി. അപ്പോൾ കത്തി വേഷങ്ങൾ 2 തരം, കുറും കത്തി, നെടും കത്തി. അടുത്ത എന്താണ്? കരിയാണ്. താമസ സ്വഭാവികളായ വനചാരികൾ. വനചാരികളാണ്. അപ്പം താമസ സ്വഭാവികളായ വനചാരികൾ എന്ന് പറയുമ്പം എന്താണ്? തിന്മയുള്ളവർ, അപ്പോൾ അതീവ തിന്മയുള്ളവർ, കാട്ടാളന്മാരെയൊക്കെയാണ്. ആൺകരികളെന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരെ പോലുള്ളവരെയാണ് നമ്മൾ ഈ കരിയിൽ പറയുന്നത്. പെൺകരികളെന്ന് പറഞ്ഞാൽ നക്രതുണ്ടി, ശൂർപ്പണഖ, ലങ്കാലക്ഷ്മി ഇവരൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കാട്ടാള സ്വഭാവമുള്ളവർ ഒക്കെയാണ് നമ്മൾ ഈ കരിക്കകത്ത് വരുന്നത്. അതായത് താമസ സ്വഭാവികളായ വനചാരികളെന്ന് പറഞ്ഞാൽ തിന്മയുടെ ഒരു സ്വഭാവമുള്ള ആൾക്കാർ, അതിനാണ് നമ്മൾ കരിയിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് താടി. താടി പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. വെളുത്ത താടിയുണ്ട്, ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട്. അപ്പം അത് വെളുത്ത താടി എന്ന് പറയുമ്പം ഹനുമാന്, നന്ദികേശ്വരന് പോലെയുള്ള മനുഷ്യരും നന്മയോടുകൂടി നന്മയുടെ സ്വഭാവമുള്ളവരായിരിക്കും വെളുത്ത താടി. എന്നാൽ ചുവന്ന താടി എന്ന് പറയുന്നത് താമസ സ്വഭാവികളായ കഥാപാത്രങ്ങൾ, അതായത് ആരായിരിക്കും? കുറച്ച് ദുഷ്ട കഥാപാത്രങ്ങൾ. ദുഷ്ട എന്ന് വെച്ചാൽ ഭഗൻ, ബാലി, സുഗ്രീവൻ, ത്രികർത്തൻ, ദുശസനൻ. അപ്പോൾ താമസ സ്വഭാവങ്ങൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ, തിന്മ ചെയ്യുന്ന ആൾക്കാർ. ഇനി കറുത്ത തടി എന്ന് പറയുമ്പം അവരും ദുഷ്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. ഈ വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങൾ. അപ്പം കറുത്ത തടി എന്ന് പറയുമ്പോൾ ദുഷ്ട കഥാപാത്രങ്ങളാണ് അവർ. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളാണ് കറുത്ത തടി വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് പറയുന്നത് മിനുക്കാണ്. മിനുക്കെന്ന് പറഞ്ഞാൽ സ്ത്രീ കഥാപാത്രങ്ങൾ, മുനിമാർ ഒക്കെയാണ് ഈ മിനുക്കിൽ വരുന്നത്, മിനുക്ക് വേഷത്തിൽ വരുന്നത്. അതിൽ ആ മിനുക്കിൽ തന്നെ വേറൊരു വേഷം കൊണ്ട് പഴുപ്പ് വേഷം എന്ന് പറയും. അവർ ശിവൻ, ബാലഭദ്രൻ തുടങ്ങിയ ദേവകളായ ചില കഥാപാത്രങ്ങൾക്ക് പഴുപ്പ് വേഷമൊന്നും അങ്ങനൊരു വേഷവുമുണ്ട്. അപ്പോൾ പഴുപ്പ് വേഷം എന്ന് പറയുമ്പോൾ ശിവൻ, ബാലഭദ്രൻ തുടങ്ങിയ ദേവകളായ ചില കഥാപാത്രങ്ങൾക്ക് പഴുപ്പ് വേഷവും കൊടുക്കാറുണ്ട്. എപ്പോഴും കാണിക്കുന്നില്ല, എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഈ പഴുപ്പ് വേഷവും ഉൾക്കൊള്ളിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ പറയാം. 5 വേഷങ്ങളല്ലേ? കഥകളിലെ 5 വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അപ്പം സ്വാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് പച്ചയിൽ വരുന്നത്, നന്മയുള്ള ആൾക്കാർ. അപ്പം ഇതിഹാസങ്ങളിലെ വീരനായകന്മാരാണ് അവർ. നന്മയുടെ ഭാവങ്ങളായിരിക്കും. രാമൻ, ലക്ഷ്മണൻ, കൃഷ്ണൻ, അർജുനൻ അങ്ങനെ ആയിരിക്കും. ഇനി കത്തിക്കകത്ത് വരുന്നത് രാക്ഷസ സ്വഭാവമുള്ള രാജാക്കന്മാരാണ്. രാവണൻ, ദുര്യോധനൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ. കത്തി വേഷങ്ങൾ 2 തരമാണ്, കുറുങ്കത്തി, നെടുങ്കത്തി. അടുത്തത് താമസ സ്വഭാവികളായ വനചാരികൾ എന്ന് പറയുന്നത് എന്താണ്? തിന്മയുള്ള ആൾക്കാരാണ്. ആൺകരികളാണ് കാട്ടാളന്മാർ, പെൺകരികൾ നക്രതുണ്ടി, ശൂർപ്പണഖ, ലങ്കാലക്ഷ്മി. അടുത്തത് താടിയാണ്. താടി പ്രധാനമായിട്ട് 3 തരത്തിൽ: വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടി എന്ന് പറയുമ്പോൾ ഹനുമാൻ, നന്ദികേശ്വരൻ പോലുള്ള മനുഷ്യരും സാത്വിക സ്വഭാവത്തോടെ നന്മയോട് കൂടിയവരുമായിരിക്കും. ചുവന്ന താടി എന്ന് പറയുമ്പോൾ താമസ സ്വഭാവികളായിട്ടുള്ള കഥാപാത്രങ്ങളായ തിന്മ. അപ്പോൾ ഭഗൻ, ബാലി, സുഗ്രീവൻ, ത്രികർത്തൻ, ദുശസനൻ ഇവരൊക്കെ. കറുത്ത താടി എന്ന് പറയുമ്പോഴും ദുഷ്ട കഥാപാത്രങ്ങൾ തന്നെ, വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളായിരിക്കും. അപ്പം മിനുക്കെന്ന് പറയുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ, മുനിമാർ ഒക്കെ ആയിരിക്കും. പഴുപ്പ് വേഷം എന്ന് പറഞ്ഞൊരു വേഷമുണ്ട്. അത് ശിവൻ, ബാലഭദ്രൻ തുടങ്ങിയ ദേവകളായ ചില കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷമാണ് പഴുപ്പ് വേഷം. അടുത്തത് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്താണ് എന്ത് ചെയ്യുന്നത്? കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി സ്ഥിതി ചെയ്യുന്നത്. രാജ്യാന്തര കഥകളി മ്യൂസിയം ന്യൂഡൽഹിയിലാണ് രാജ്യാന്തര കഥകളി മ്യൂസിയം. അടുത്തത് കഥകളിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവി
വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ കഥകളിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്തത് മഹാകവിയാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളിയിൽ പിന്നണി പാടുന്നവർ അറിയപ്പെടുന്നത് പൊന്നാനി എന്നാണ്. പൊന്നാനിയുടെ സഹായി ശിങ്കിടി. അപ്പോൾ കഥകളിക്ക് ലോകശ്രദ്ധ നേടിക്കൊടുത്ത മഹാകവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളിയിൽ പിന്നണി പാടുന്നവരെ അറിയപ്പെടുന്നത് പൊന്നാനി എന്നാണ്. പൊന്നാനിയുടെ സഹായി ശിങ്കിടി. അടുത്തത് 2019 മുതൽ കഥകളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഒക്ടോബർ 16. അപ്പോൾ 2019 തൊട്ടാണ് കഥകളി ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഒക്ടോബർ 16 അത് വള്ളത്തോളിൻ്റെ ജന്മദിനമാണ്. അതുപോലെ തന്നെ പ്രശസ്ത കഥകളി കലാകാരന്മാരുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി. അപ്പം പ്രശസ്ത കഥകളി കലാകാരന്മാരുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി. ഇനി പ്രശസ്ത കഥകളി സംഗീതജ്ഞരുണ്ട്. കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അപ്പം പ്രശസ്ത കഥകളി സംഗീതജ്ഞരുമുണ്ട്. കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. ഓക്കെ.